വെൽക്കം ബാക്ക് ടു റിയാസ് വ്ളോഗ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വർഷമായിട്ട് വ്ളോഗ്സ് ഒന്നും ചെയ്യാറില്ല, റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഒരു ചെറുതായിട്ടൊന്ന് മൂക്ക് കുത്താൻ പോവാണ്. ഓൾറെഡി എനിക്കിവിടെ ഈ സൈഡിലുണ്ട്. ഞാൻ ഈ ഒരു സൈഡിലേക്കും കൂടി മൂക്ക് കുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ മുന്നേ കുത്തിയിരുന്നു, നാട്ടിൽ പോയപ്പം മലബാർ ഗോൾഡ് വെച്ച് കുത്തിയിരുന്നു. പക്ഷേ അത് ചെറുതായിട്ട് പസ്സൊക്കെ വന്ന് ആകെ പ്രശ്നമായി, പിന്നെ അത് റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി ഈ സൈഡിലപ്പം നന്നായിട്ട് ഉണങ്ങി മാർക്കെല്ലാം മാറി. അപ്പം രണ്ടാമതും കുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയുള്ളത്. അപ്പോൾ ബാംഗ്ലൂരിൽ കല്യാൺ ജ്വല്ലേഴ്സിലാണ് ഞങ്ങൾ പൊതുവേ സ്ഥിരമായിട്ട് പോകാറ്. അപ്പോൾ അവിടെ പോയിട്ട് ഇത് മുന്നേ ഇതൊക്കെ കുത്തിയത് കല്യാൺ ജ്വല്ലേഴ്സിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. വേറെ മാറിയിട്ട് ഇനി പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു ഈ സൈഡിലേക്കും കൂടി മൂക്ക് കുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ഗൺ ഷൂട്ട് ചെയ്യണോ അതോ വേറെ സ്റ്റൈലും ഇപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് അറിയില്ല. പോയിട്ട് അവിടെ നോക്കണം. അപ്പോൾ ആ വീഡിയോ ആട്ടോ ഒന്ന് കാണിക്കുന്നത്. ഈ റോഡില്ലേ, ഈ റോഡ് കൂടെ, ആ റോഡ് കൂടെ. എന്താ? ആ അതെ അതെ ചെയ്യാലോ. മൂക്കൊക്കെ കുത്തി വീട്ടിലെത്തി. കുഴപ്പമൊന്നുമില്ല, പെയിനൊന്നുമില്ല. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു അന്ന് ചെയ്തപ്പോൾ കുറച്ച് മേലെയായിപ്പോയി, അതുകൊണ്ടായിരുന്നു ഭയങ്കര പെയിനായത്. കാരണം എൻ്റെ മൂക്ക് നല്ല കട്ടിയുള്ളതല്ലേ. ഞാൻ മേലായിട്ട് കുത്തണമെന്ന് വിചാരിച്ചു, എന്നാൽ ഗോൾഡ് നമുക്കിപ്പം തന്നെ ഇടാമല്ലോ. പക്ഷേ അവർ പറഞ്ഞു മൂക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് വേണ്ട, നല്ല പെയിൻ ഉണ്ടാവും. സോ ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഗൺ ഷൂട്ടിന് ചെയ്തു. പക്ഷെ നന്നായിട്ട് വന്നു, വലിയ കുഴപ്പമില്ല. ആദ്യത്തെ മേലെ ആയതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് പെയിൻ വന്നത്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ എന്തായാലും അത് അവിടെ കല്യാൺ നഗർ വരെ പോയ സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരു നെക്ക് പീസ് വാങ്ങിച്ചൊരു നെക്ലേസ് നന്നായിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ, 290 രൂപ, കൊള്ളാം. കൂടെ അതിൻ്റെ ഒരു ചെറിയൊരു ഇയറിങ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വേഗം വീടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.